ഞങ്ങൾ എന്തായാലും ഈ വർഷത്തെ വിഷു ആഘോഷം അങ്ങോട്ട് തുടങ്ങി. കമ്പിത്തിരി കത്തിച്ച് അനയിച്ചേട്ട അങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് തൊട്ട് ഞങ്ങളുടെ പുതിയ വിശേഷങ്ങളൊക്കെ ആരംഭിച്ചു. ഈ വീഡിയോ തൊട്ട് കുറേ നാളുകൾ ഞങ്ങൾ വീഡിയോ ഒന്നും ചെയ്യുന്നില്ലായിരുന്നു. അപ്പോൾ ഫ്രഷ് വീഡിയോ 2026 വിഷു വ്ലോഗ്. ഇവരിവിടെ നിന്ന് പോകത്തില്ലല്ലോ. അടുത്ത കമ്പത്തിരി കത്തിച്ച് പോകാനേ. ആ കത്തിക്ക്. അപ്പോൾ പടക്കം പൊട്ടിക്കുന്നതിന് വരെ സ്റ്റാർട്ടിങ് ഞങ്ങൾ വേറെ സാധനം ചെയ്തു. ഓ കൊള്ളാം. അടിപൊളി. എനിക്ക് എന്തായാലും പേടി അങ്ങോട്ട് കത്തിക്കാരിയാ. അതാരുടെയാ? പച്ച കത്തിച്ചാ? ചെരുപ്പിട്ട് തന്നോ, അപ്പൊ കുഴപ്പമില്ല. വലുതല്ലേ, അതാണ് ആദർശ ധൈര്യത്തോട് സ്പാർക്ക് വരുമ്പോൾ മാറി പയ്യെ നടന്നാൽ മതി മോൻ. അപ്പോൾ ആദർശ ആദ്യമായിട്ട് ചക്രം കത്തിക്കാൻ പോവുകയാണ്. കത്തിയില്ലട ചക്കരെ, അത് തന്നെ, അത്രേ ഉള്ളു. ഓ സ്പാർക്ക്, വാട്ട് എ സ്പാർക്ക് യാർ. പേടിച്ചാ പക്ഷേ വെറുതെ ഞാനപ്പോൾ ഒരെണ്ണം കത്തിക്കാൻ പോകുന്നുണ്ടോ. ഓ നല്ല നീണ്ട തിരിയാണ്, കമ്പിത്തിരി. നല്ല സ്പാർക്കല്ല, നല്ല കാറ്റുമുണ്ട്. അതിന് മാളൂട്ടീനെ വീഡിയോ കോൾ ചെയ്തി. ആ കത്തിക്ക്. അതും ഇതുപോലത്തെ സാധനമാണ്, മത്താപ്പ് പോലത്തെ ചൈനീസാണ് കംപ്ലീറ്റ്. പാറ്റയുടെ അന്ത്യമാണെന്ന് മര്യാദക്കല്ലെങ്കിൽ. അപ്പോൾ അനേച്ചേട്ട വേറൊരു സാധനം എടുത്തിട്ടുണ്ട്, മത്താപ്പ് പോലത്തെ ഒരു സാധനമാണ്, പറയാൻ പറ്റില്ല, ചൈനീസ്. അടിപൊളി. അതായിരുന്നല്ലേ, അത് കൊള്ളാം. സ്പാർക്ക് വന്നില്ല. അടുത്ത കമ്പിത്തിരി താങ്ങിട്. അതെ, കത്തിട കത്തിട കത്തിട. അത്രയൊക്കെയുള്ള ഇതൊന്നുമില്ല. അനെ ഞാൻ മറ്റേ സാധനം എടുക്കണം, ഒരെണ്ണം മുകളിലോട്ട് പോട്ടെ. ഇതാണല്ലേ അപ്പുറത്ത് നമ്മുടെ പോത്തീസിൽ അവർ DJ-ക്കാരൊക്കെ വെച്ച് തകർക്കാൻ, ഞങ്ങളിവിടെ നമ്മളെ വിഷു പട്ടക്കം വെച്ച് തകർക്കാൻ. അപ്പോൾ അനെ പൊട്ടിക്കാൻ പോകുന്നത് എയർ ലോഞ്ചറാണ് കേട്ടോ. അപ്പോൾ ഒരെണ്ണം ഞങ്ങൾ പുറത്ത് വെച്ച് പൊട്ടിച്ച്, ഇനി ഇതേ അകത്ത് വെച്ച് പൊട്ടിക്കുകയാണ്. ഭയങ്കര തീർന്നിട്ടില്ലേ?
ആ പകുതി പൊട്ടിയിട്ടുള്ളൂ കേട്ടോ, പകുതി പൊട്ടിയിട്ടില്ല. സാധനം അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്, പൊട്ടിയിട്ടില്ല. കുറേ നേരം കത്തണില്ല. ഇത് നമ്മുടെ തിരി കത്തിച്ച് കമ്പിത്തിരി കത്തിച്ച ശേഷമേ ഇപ്പോൾ ഈ ചക്രത്തിൻ്റെ പുറകിൽ വന്ന് നിൽക്കണം. ഇപ്പുറത്ത് വന്ന് നിൽക്കുക. ഏതാ കത്തിക്കാനുള്ളത്? ഇതല്ല, ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കണ, ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് കത്തിക്ക്. ആ അങ്ങനെ. അപ്പോൾ നിനക്ക് ഇങ്ങോട്ട് പോവും. മുട്ടിക്കടാ. അത് തന്നെ എന്താ ആ അത് നന്നായിട്ട് കത്തിയല്ലേ? അത് തന്നെ. മറ്റേത് കത്തി. അപ്പൊ അത് കത്തിയിടാ. ഇല്ല കത്തിയില്ല, തീ പിടിപ്പിക്ക്. പോട്ടെ, സ്പാർക്ക് ചെയ്യട്ടെ. ആ മതി. ഓ അപ്പൊ ആദർശിന്റെ മത്താപ്പി. കൊള്ളാം. എല്ലാവർക്കും പേടിയായിട്ടുള്ളൊരു സാധനം ഞങ്ങൾ പരീക്ഷിക്കാൻ പോവുകയുണ്ട്. മുളക്കൻ ചക്രം. മുളക്കം വന്നില്ലല്ലോടാ. ആ മതി. വന്നല്ലോ മുളക്കം. ഓ അത്രേ ഉള്ളൂ. ഇതിൻ്റെ ഉള്ളിൽ വന്നപ്പോൾ നല്ല ശബ്ദം. അവിടെ ഓപ്പൺ ആയപ്പോ അത്രയും ശബ്ദമില്ല. അപ്പോൾ ആദർശിൻ്റെ ഇഷ്ടപ്രകാരം അനേഷ് ചേട്ട ആകാശ വെടി അല്ലെങ്കിൽ റോക്കറ്റ് വിടാൻ പോവുകയാണ്. തിരി കൊളുത്തി കഴിഞ്ഞു. അത് കൊള്ളാം. അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്നലെ പടക്കമൊക്കെ പൊട്ടിച്ച് ഞങ്ങൾ നേരത്തെ തന്നെ കിടന്നു. അധികം ആരും ഉണ്ടായിരുന്നില്ല. അനിയനും എൻ്റെ മക്കളും നീരും പിള്ളേരൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ അതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ കണിയൊക്കെ വെച്ച് നമുക്കൊന്ന് കണിയൊന്ന് കാണാം അല്ലേ? അതെ, ആദർശ് കണി കണ്ട് രാവിലെ ഞാൻ എണീപ്പിച്ചു കേട്ടോ. ഇപ്രാവശ്യം ഞാനാണ് കണി വെച്ചത്. ഹൈ മാധവം നല്ലൊരു മ്യൂസിക് പ്ലേ ചെയ്തുകൊണ്ടിരിക്കും. കോപ്പിറൈറ്റ് വരും, എന്നാലും ജസ്റ്റ് മ്യൂട്ട് ചെയ്തേക്കാം. അപ്പോൾ ഞങ്ങളുടെ കണി ഇതായിരുന്നു. അല്ല ഇത് ഞങ്ങൾ ടൂറ് പോയപ്പോൾ, ഒരു യാത്ര പോയപ്പോൾ എവിടെയായിരുന്നു, കൃഷ്ണൻ്റെ ഒരു അമ്പലം ഉണ്ടായിരുന്നു. ഉടുപ്പിയിൽ നിന്ന് വാങ്ങിച്ച ഒരു മൂർത്തിയാണ്, വിഗ്രഹമാണ് കൃഷ്ണൻ്റെ. ഉണ്ണിക്കണ്ണൻ കണ്ട വെണ്ണ കട്ട് നിന്നുന്ന പോലത്തെ. ഇത് രാധാകൃഷ്ണൻ, ഇത് കുഞ്ഞിക്കൃഷ്ണൻ മഞ്ചാടിയിലിരിക്കുന്നു. ഇത് ഫോട്ടോ ആയിട്ടുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു ഞങ്ങൾ ഇന്ന് വെളുപ്പിനെ തന്നെ ഒരുക്കിയത്. എല്ലാവരെയും കാണിച്ചു, അച്ഛനും അമ്മേനെയും ഒക്കെ കണി കാണിച്ചു. എസ്പെഷ്യലി അമ്മ പറഞ്ഞു തന്നു, ഞാനാണ് ചെയ്തത്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ അഭിപ്രായം പറയും. അപ്പോൾ ഇനി ഞാനൊന്ന് നാളികേരം ഉടയ്ക്കാനായിട്ട് എല്ലാ വർഷവും ഉള്ള പോലെ തന്നെ ഇന്ന് ഞാൻ വിഷു ദിവസങ്ങളിൽ ശരിക്കും നമ്മളുടെ ഭഗവാനായ, എൻ്റെ ഇഷ്ടഭഗവാനായ വിഘ്നേശ്വരനെ കാണാൻ പോകുന്ന പരിപാടിയുണ്ട്. അപ്പോൾ പുള്ളിക്കാരനെ കണ്ട് ഈ വർഷം നന്നായിട്ടിരിക്കണേ എന്ന്
പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു പ്രാർത്ഥനയും രണ്ട് തേങ്ങ ഉടച്ചിട്ട് വരാം. അപ്പോൾ ഇനി തേങ്ങ ഉടച്ചിട്ട് നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ സുഹൃത്തുക്കളെ, നമുക്ക് എടപ്പള്ളി ടെമ്പിളിലേക്ക് പോകാം, പാലസ് ടെമ്പിൾ. അപ്പോൾ ഭഗവാനെ കണ്ട് രണ്ട് തേങ്ങയൊക്കെ ഉടച്ച് നമുക്ക് നേരെ കണ്ടിട്ട് അനുഗ്രഹം വാങ്ങിച്ചിട്ട് വരാം അല്ലേ? അങ്ങനെയല്ലേ വേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ രാവിലെ തന്നെ നമ്മുടെ പാവക്കുളം ടെമ്പിളിൽ പോയി ഭഗവാനെ കണ്ടു. അവിടെ ശിവനും പാർവതിയുമാണ്. നല്ല തിരക്കുണ്ടായിരുന്നു. വിഷുവൊക്കെ ഇല്ലേ, പിന്നെ വിഷു കൈനീട്ടം കിട്ടി. വിഷു കൈനീട്ടം കിട്ടിയത് മുത്തൂറ്റ് ഗ്രൂപ്പിൻ്റെ കയ്യിൽ നിന്ന് ഒരു വിഷു കൈനീട്ടം, ഒരു ഡാറ്റ കളക്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമൊക്കെ ആയിട്ട് വേണമെന്നെങ്കിൽ പറയാം. എന്നാലും കുഴപ്പമില്ല, കൈനീട്ടം കിട്ടി, നന്നായി. അമ്പലത്തിൽ നിന്നും കിട്ടി കേട്ടോ. അതും എൻ്റെ പോക്കറ്റിൽ തന്നെയുണ്ട്. അപ്പോൾ ഇനി നേരെ പാലസ് ടെമ്പിളിലേക്ക്. ആണല്ലേ, ഈ തിരക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഏത് അമ്പലത്തിലാണെന്ന്. എടപ്പള്ളിയിലുള്ള കൃഷ്ണൻ്റെ അമ്പലത്തിലാണ്. ഇന്ന് കേരളക്കരയിലുള്ള സകല ഗോപികമാരും കൃഷ്ണനെ കാണാൻ വേണ്ടി എത്തിക്കും. ഇന്ന് ഭയങ്കര ബിസിയാണ് അദ്ദേഹം. അപ്പോൾ ഒന്നും തോന്നരുത്, തൊട്ടടുത്ത് കൂടി ദേവിചന്ദ്രൻ നടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഇതാണ് സ്ഥലം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു. അപ്പോൾ ഇവിടെ നിന്ന് ഇനി അടുത്ത ഭഗവാനെ കൂടി കണ്ടിട്ട് ഞാനിവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങട്ടെ. ഞാനിപ്പോൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി ചെറുതായിട്ടൊന്ന് വിശന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഇവിടെ വൃന്ദാവൻ എത്തി. കഴിഞ്ഞ വർഷം ഞങ്ങൾ ഇതേ സമയത്ത് നോക്കുകയാണെങ്കിൽ മാലയിട്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ വിഷു കഴിഞ്ഞ് വിഷു ആഘോഷം അടുത്ത ദിവസം ഞങ്ങൾ ശബരിമലക്ക് മല കയറിയായിരുന്നു. പ്രാവശ്യം മാല ഇട്ടിട്ടില്ല. അപ്പോൾ അത് ഇവിടെ നന്നായിട്ടൊരു കണി ഒരുക്കിയിട്ടുണ്ട്. നോക്കി എന്ത് ഭംഗിയാണെന്ന് നോക്കി. സകല പച്ചക്കറികളും അത് അരി, വഴുതനങ്ങ, തണ്ണിമത്തൻ, ചക്ക, കാണിവെള്ളരി, മാതളം, മാങ്ങ, കുക്കമ്പർ, മത്തങ്ങ, ഇലവിളക്ക്, പഴം ഒക്കെ ഉണ്ട്. പീലി ഒക്കെ വെച്ച് നല്ല ഭംഗിയുണ്ടല്ലേ. അപ്പോൾ ഒന്ന് ചായ എടുത്തിട്ട് വരാം. അപ്പോൾ ഇത് അമ്പലത്തിൽ പോയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലെത്തി. അപ്പോൾ ഇനി വീട്ടിലെത്തിക്കഴിഞ്ഞ് വിഷുക്കഞ്ഞി കുടിക്കുക എന്നുള്ളതാണ് പ്രധാനം. പല സ്ഥലത്തും പല രീതിയിലായിരിക്കും. പക്ഷേ ഞങ്ങൾ രാവിലെ അതായത് വിഷുക്കഞ്ഞിയാണ്. മിക്ക സ്ഥലങ്ങളിലൊക്കെ വിഷു സദ്യയൊക്കെ ഉണ്ട് പല സ്ഥലത്തും. അപ്പോൾ ഞങ്ങൾ എന്തായാലും രാവിലെ വിഷുക്കഞ്ഞിയാണ്. അപ്പോൾ വിഷുക്കഞ്ഞി എന്ന് പറയുന്നത് സാധാരണ ഒരു കുത്തരി, അതിൽ വൻപയർ, കശുവനണ്ടി, തേങ്ങാപ്പാൽ, അല്പം ശർക്കര, ഇതെല്ലാം കൂടി ഇട്ടുള്ളൊരു കോമ്പിനേഷനാണ് സാധനം. ഹെവി ടേസ്റ്റാണ്. പിന്നെ വേറൊരു സാധനം കൂടി പറയാം. ഈ സാധനം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്ത് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഐസ്ക്രീം ഉണ്ടല്ലോ, ഐസ്ക്രീം, സ്പാനിഷ് ഡിലൈറ്റ്, അങ്ങനെ ചോക്ലേറ്റ് എന്നൊക്കെ പറയുന്ന സാധനം, അത് തോറ്റു പോകും. അമ്മാതിരി ടേസ്റ്റാണ്. വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തു. ഞാൻ ഇന്നലെ ഒന്ന് ട്രൈ ചെയ്തതാണ്. ഒന്ന് കഴിച്ചു നോക്കും, ഗംഭീര സാധനമാണ്. അപ്പോൾ ഞാനത് കഴിക്കട്ടെ. അപ്പോൾ ഇതാണ് സാധനം ഉണ്ടല്ലോ. നോക്കട്ടെ. ബാക്കി എല്ലാവരും കഴിച്ചു, മീനും കഴിച്ചില്ല, ഞാനും കഴിക്കട്ടെ. അപ്പോൾ ഇതിനോടൊപ്പം കോമ്പിനേഷൻ എപ്പോഴും പപ്പടമാണ്. കശുവണ്ടി സുപ്രധാനം. കഴിച്ചിട്ട് വരാം. അപ്പോൾ രാവിലെ അത് സദ്യയൊക്കെ കഴിച്ചിട്ട് ചിക്കൻ കൂട്ടി ഒരു പിടുത്തം വെച്ചിട്ട് വിഷു ആകുമ്പോൾ എന്നാൽ ആര്യപ്പെണ്ണ് കഴിക്കല്ലേ. ചോറെടുത്തോ കഴിച്ചോ, തട്ടിക്കോ. ചിക്കൻസ് ഹൗ ഈസ് ചിക്കൻ? അടിപൊളി. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഇതൊക്കെയാണ്: പപ്പടം, വിഷുക്കഞ്ഞി, ചെമ്മീൻ ഫ്രൈ, പിലോപ്പി ഫ്രൈ, ചിക്കൻ കറി. അപ്പോൾ അതൊക്കെ കൂട്ടിയാണ് ഇന്നത്തെ ഉച്ചയൂണ് കഴിക്കുന്നത്. അപ്പോൾ ഞങ്ങളും ഇനി കഴിക്കാനുണ്ട്. കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളിവിടെ നിന്ന് പോകും. ഓക്കേ. ഡയറക്ഷൻ അതെ, പ്രൊഡ്യൂസറാണ്. അപ്പം ഞാൻ ചോറ് ഭാഗ്യം പട്ടാളത്തിലാകത്തത്. ചെമ്മീൻ, ലേശ സവാള,
ഞാൻ ആക്ച്വലി ഓഫീസിൽ ഹാൻഡിൽ ചെയ്യുന്നത് mergers and acquisitions ആണ്. important merger closing next morning ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് വെച്ച് തുടങ്ങാം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു. രാവിലെ ഗുരുവായൂർ പോകണം. പുറത്ത് സിഗ്നൽ ഉണ്ടാകും. അപ്പോൾ കഴിച്ചിട്ട് കാണാം. എവിടെ പോണ്? എത്ര രൂപ വന്നിട്ടുണ്ട്? എന്നാ വേഗം എടുത്തോണ്ട. അപ്പോൾ അങ്ങനെ അപ്പോൾ അങ്ങനെ നമ്മളുടെ വിഷുവിൻ്റെ ഏകദേശം ഈ ബ്ലോഗ് അവസാനിക്കാറായി. ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു. പടക്കം പൊട്ടിച്ചും കമ്പി കത്തിച്ചും എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു. നല്ല രസമായിരുന്നു കേട്ടോ. ആര്യപ്പെണ്ണാണെങ്കിലും അവൾക്ക് കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും പേടിയൊക്കെ ഉണ്ട്. പേടിയൊന്നും മാറിയിട്ടൊന്നുമില്ല. അപ്പോൾ കുറച്ച് പടക്കവും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ പെരുമ്പാവൂർക്ക് പോവുകയാണ്. ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വിഷു ബ്ലോഗ് എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായി കാണും. എല്ലാവർക്കും സന്തോഷവും സമൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാകട്ടെ. ഈ വർഷം അടിപൊളിയായി തിരുത്തി എല്ലാവരുടെയും. ഞങ്ങൾക്ക് ഈ വർഷം കുഴപ്പമില്ലായിരുന്നു. കാരണം ആര്യപ്പെണ്ണ് ആദർശമൊക്കെ അത്യാവശ്യം നന്നായിട്ട് എൻജോയ് ചെയ്തു. അവൾ കമ്പിത്തിരി എത്തിക്കാനും മത്താപ്പ് എത്തിക്കാനൊക്കെ ആദർശം നല്ല അടിപൊളിയായിരുന്നു. നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ വ്ളോഗ് ഇവിടെ വെച്ച് നിർത്തുന്നു. സ്റ്റേ ട്യൂൺ. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് അടിച്ച് പ്രോത്സാഹിപ്പിക്കുക. അടുത്ത വീഡിയോ കാണാം. അപ്പോൾ ഇനി അടുത്ത വ്ളോഗ് ആരംഭിക്കുന്നത് കാറിൽ നിന്നാണ്. ഓക്കെ, അടുത്ത വീഡിയോ കാണാം. ബൈ.